ചൂട് ഫെബ്രുവരി ആയിട്ടുള്ളൂ, പക്ഷേ ഭയങ്കരമായിട്ട് ചൂട് വരുന്ന സമയമാണ്. ഇപ്പോൾ ഇതാ പത്തനംതിട്ടയിൽ സൂര്യാഘാതം ഏറ്റു എന്നുള്ള വാർത്ത വരുന്നു. കോന്നി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർക്കാണ് സൂര്യാഘാതമേറ്റത്. ട്രിപ്പ് പോയി തിരികെ വരുമ്പോഴാണ് കയ്യിൽ പൊള്ളലേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീകുമാരനുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പ്രാഥമികമായ ചികിത്സ തേടിയോ? എന്താണ് വിവരങ്ങൾ? ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് ആ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറായ അദ്ദേഹം അവിടെ ഒരു ട്രിപ്പ് പോയി വരികയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. സ്വാമി എന്നറിയപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ആ മേഖലയിലെ. എന്തായാലും 50-ലധികം വയസ്സ് ഇദ്ദേഹത്തിന് പ്രായമുണ്ട്. എന്തായാലും ട്രിപ്പ് പോയി വരുന്നു. തുടർന്ന് തിരിച്ച് ജയാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തുടർന്ന് തിരിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കയ്യിൽ ചുട്ട് പഴുത്തതുപോലെ തോന്നി തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ വെള്ളമൊഴിച്ച് കഴുകിയപ്പോൾ ഏതാണ്ട് പൊള്ളലേറ്റ ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീട് പ്രാഥമിക ചികിത്സ തേടിയെന്നാണ് വിവരം. എന്തായാലും സൂര്യാഘാതമാണ് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ ഇക്കാര്യത്തെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഒരാൾക്ക് സൂര്യാഘാതം എത്തിയിരിക്കുന്നു. കടുത്ത ചൂടാണ്. ഏതാണ്ട് 30-32 ഡിഗ്രി സെൽഷ്യസിന്റെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായി സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റിന്റെ മുന്നറിയിപ്പടക്കം നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, ചൂടാണ്. അപ്പോൾ അതിൻ്റെതായ ഫുൾ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അല്ലേ. സൂര്യാഘാതത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട്, അങ്ങനെ 2-3 ദിവസമല്ല, കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കൃത്യമായിട്ട് ഈ ചൂടുകാലത്ത് എന്തെല്ലാം ചെയ്യണം? വെള്ളം കുടിക്കണം, നേരിട്ടുള്ള ചൂട് സൺലൈറ്റ് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.